അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നവാസിഖുൽ ഇബ്തിദാഇനെ കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഒരു മുബ്തദഉം ഖബറും വരുന്നു. എന്നാൽ അവക്ക് മുമ്പ് ചില ഫിഅലുകൾ വന്നാൽ അല്ലെങ്കിൽ ചില ഹർഫുകൾ ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ അവയുടെ ഇഅ്റാബ് മാറുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അത്തരത്തിലുള്ള ഫിഅലുകളെക്കുറിച്ച്, ഹർഫുകളെക്കുറിച്ചാണ് നമ്മൾ നവാസിഖുൽ ഇബ്തിദാഇ എന്ന് പറയുന്നത്, അല്ലേ? അത്തരത്തിലുള്ള ഒരു ഗണം ഫിഅലുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. കാന വഅഖ്വാതുഹ എന്നുള്ളതുപോലെ മാ, ലാ, ലാത്ത, ഇൻ എന്നുള്ള ഹർഫുകളെക്കുറിച്ച് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇത്തരത്തിൽ നവാസിഖുൽ ഇബ്തിദാ ആയിട്ട് വരുന്ന മറ്റൊരു ഇനം ഫിഅലുകളാണ് അഫ്ആലുൽ മുഖാറബത്തി എന്നാണ് അവയുടെ പേര്. ഓക്കെ, അഫ്ആലുൽ മുഖാറബത്തി എന്നാൽ അടുത്തു എന്നുള്ള അർത്ഥം നൽകുന്ന ഫിഅലുകൾ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അവയും കാനയെപ്പോലെ മുബ്തദഇനും ഖബറിനും അമൽ ചെയ്യുന്ന ഫിഅലുകളാണ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ സെയ്ദുൻ യഖൂമു എന്ന് പറയുകയാണ്. സെയ്ദ് എന്നുള്ളത് മുബ്തദഉം യഖൂമു എന്നുള്ളത് ഖബറുമാണല്ലോ. അതിനു മുമ്പ് കാദ എന്നുള്ള ഫിഅൽ വന്നാൽ കാദ സെയ്ദുൻ യഖൂമു എന്നാണ് വരുന്നത്. അവിടെ സെയ്ദുൻ എന്നുള്ളത് കാദ എന്നുള്ളതിൻ്റെ ഇസ്മാണെന്നുള്ള നിലക്ക് മർഫൂ ആണ്. യഖൂമു എന്നുള്ളത് കാദയുടെ ഖബറാണെന്നുള്ള നിലക്ക് നസ്ബിൻ്റെ സ്ഥാനത്തുമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ അഫ്ആലുൽ മുഖാറബയിൽ 11 ഫിഅലുകളാണ് വരുന്നത്. ഈ 11 ഫിഅലുകളുടെയും ഖബറിലായിട്ട് സാധാരണഗതിയിൽ മുളാരി ആയിട്ടുള്ള ഫിഅലാണ് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമുക്ക് കിതാബിലേക്ക് നോക്കാം. അഫ്ആലുൽ മുഖാറബത്തി. ഓക്കെ, ആ ബൈത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക. കകാന കാദ വഅസ ലാകിൻ നദർ ഗൈറു മുളാരിഇൻ ലിഹാദൈനി ഖബർ. ഓക്കെ, കകാന, കാനയെ പോലെയാണ്. കാദ വഅസ, കാദ എന്നുള്ള ഫിഅലും അസ എന്നുള്ള ഫിഅലും, കാന എന്നുള്ളത് അമൽ ചെയ്യുന്നത് പോലെ കാദ എന്നുള്ള ഫിഅലും അസ എന്നുള്ള ഫിഅലും അതിനുശേഷം വരുന്ന മുബ്തദഇന് ഇസ്മ എന്നുള്ള നിലക്ക് റഫ്ഉം പിന്നീട് വരുന്ന ഖബറിന് നസ്ബും നൽകുന്നതാണ് എന്നർത്ഥം. ഓക്കെ, പക്ഷേ നദർ വളരെ വിരളമാണ്. ഗൈറു മുളാരിഇൻ, മുളാരി അല്ലാത്തത്, ലിഹാദൈനി ഈ രണ്ട് ഫിഅലുകൾക്കും ഖബറായിട്ട് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഫിഅലുകൾക്കും ഖബറായിട്ട് മുളാരി അല്ലാത്ത പദങ്ങൾ വരുന്നത് വളരെ വിരളമാണ് എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ഷറഹിലേക്ക് നോക്കാം. ഹാദാ ഹുവൽ ഖിസ്മു സാനി മിനൽ അഫ്ആലി നാസിഖത്തി ലിൽ ഇബ്തിദാഇ. മുബ്തദഇനെ നസ്ഖ് ചെയ്യുന്ന, അവയുടെ അമലിനെ മാറ്റുന്ന, ഇഅ്റാബ് മാറ്റുന്ന ഫിഅലുകളിൽ വെച്ചിട്ടുള്ള രണ്ടാമത്തെ ഖിസ്മാണ് നമുക്ക് അഫ്ആലുൽ മുഖാറബയായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഒന്നാമത്തേത് കാന വഅഖ്വാതുഹ ആയിരുന്നു. പിന്നീട് രണ്ടാമത്തേത് വഹുവ കാദ വഅഖ്വാതുഹ എന്നുള്ളതാണ്. വദക്കറൽ മുസന്നിഫു മിൻഹ 11 ഫിഅലൻ. കാദ വഅഖ്വാതുഹ എന്നുള്ളതിൽ നിന്നും 11 ഫിഅലുകൾ കുറിച്ചാണ് മുസന്നിഫ് തങ്ങൾ ഈ ബാബിലായിട്ട് പരിചയപ്പെടുത്തുന്നത്, പറയുന്നത്. വലാ ഖിലാഫ ഫി അന്നഹ അഫ്ആലുൻ. ഈ 11 ഫിഅലുകളാണ് എന്നുള്ള വിഷയത്തിൽ ഒരു ഖിലാഫുമില്ല. ഇവയെല്ലാം ഫിഅലുകൾ തന്നെയാണ് എന്നാണ് നഹ്വി പണ്ഡിതന്മാരെല്ലാം പറയുന്നത്. ഇല്ല അസ എന്നുള്ള പദമല്ലാതെ. ഓക്കെ, അപ്പോൾ അസ എന്നുള്ള പദത്തെക്കുറിച്ച് ചില ആളുകൾ അത് ഹർഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫനഖല സാഹിദു അൻ സഅലബിൻ അന്നഹ ഹർഫുൻ. സഅലബ് എന്നുള്ള ഇമാമിനെ തൊട്ട് സാഹിദ് റഹിമഹുല്ല ഇത് ഹർഫാണ് എന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അസ എന്നുള്ള പദം ഹർഫാണ് എന്ന് ഉദ്ധരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, വനുസിബ അയ്ളൻ ഇല ഇബ്നു സറാജ്, അത് ഹർഫാണ് എന്നുള്ള ഒരു അഭിപ്രായം ഇബ്നു സറാജ് റഹിമഹുല്ലയിലേക്കും ചേർത്തപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിനും ഇങ്ങനെയുള്ള ഒരു വാദമുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്നർത്ഥം. എന്നിരുന്നാലും വസ്സഹീഹു അന്നഹ ഫിഅലുൻ, സ്വഹീഹായിട്ടുള്ള അഭിപ്രായം എന്താണ്? അസ എന്നുള്ളത് ഫിഅലാണ് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താ? ബിദലീൽ ഇത്തിസാലി താഇൽ ഫാഇലി. താഉൽ ഫാഇൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലേ? ഫഅൽതു എന്നുള്ളിടത്ത്, ഫഅൽത എന്നുള്ളിടത്ത് ആ തായിനെ കുറിച്ചാണ് നമ്മൾ താഉൽ ഫാഇൽ എന്ന് പറയുന്നത്. അപ്പോൾ താഉൽ ഫാഇൽ ചേർന്ന് വരാറുണ്ട് എന്നുള്ള തെളിവ് കൊണ്ട് വഅഖവാതിഹ, താഉൽ ഫാഇലിൻ്റെ അഖവാത്തായിട്ടുള്ള ഫഅൽതു, ഫഅൽതുമാ, ഫഅൽതും, ഫഅൽതി എന്നുള്ള ആ കാര്യങ്ങളെയാണ് അതിൻ്റെ അഖവാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ താഉൽ ഫാഇലും അതിൻ്റെ അഖവാത്തും ചേർന്ന് വരാറുണ്ട് ബിഹ, അസയുമായിട്ട്. അപ്പോൾ അസ എന്നുള്ളതിനോടൊപ്പം താഉൽ ഫാഇലും അതിൻ്റെ അഖവാത്തും ചേർന്ന് വരാറുണ്ട്. നമ്മളത് മുമ്പേ പഠിച്ചിട്ടുള്ളതാണല്ലേ. ഒരു പദം ഫിഅലാണ് എന്ന് മനസ്സിലാക്കാൻ ബിത, ഫഅൽത, വ അതതു, വ യഫ്അലി, വ നൂനി അഖ്ബീലൻ ഫിഅലു യൻജലി എന്നുള്ളിടത്ത് താഉൽ ഫാഇൽ ചേർന്ന് വന്നാൽ
ഒരു പദത്തോടു കൂടെ താഉൽ ഫഅൽ ചേർന്ന് വന്നാൽ അത് ഫിഅലാണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അസ എന്നുള്ളതിനോടൊപ്പം നഹ്വു അസൈതു വ അസൈത വ അസൈതുമ വ അസൈതും വ അസൈതുന്ന എന്നുള്ളിടത്തൊക്കെ താഉൽ ഫാഇലും അതിൻ്റെ അഖവാത്തും ചേർന്ന് വരുന്നുള്ളത് കൊണ്ട് തന്നെ അവ ഫിഅലാണ് എന്നുള്ളതാണ് പ്രബല വീക്ഷണം എന്നർത്ഥം. ഓക്കെ, അപ്പോൾ 11 ഫിഅലുകളും അത് ഫിഅലാണ്, ഫിഅലു തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. വഹാദിഹിൽ അഫ്ആലു, ഈ 11 ഫിഅലുകളും തുസമ്മ അഫ്ആലുൽ മുഖാറബത്തി, ഇവക്കെല്ലാം അഫ്ആലുൽ മുഖാറബത്തി എന്നാണ് പേര്. അടുത്തു എന്നുള്ള അർത്ഥത്തിലുള്ള ഫിഅലുകൾ എന്നാണ് ഇവയുടെ പേര് എങ്കിലും വലൈസത്ത് കുല്ലുഹാ ലിൽ മുഖാറബത്തി, ഈ എല്ലാ ഫിഅലുകളും എന്തല്ല മുഖാറബത്തിന് വേണ്ടിയിട്ട് അടുത്തു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതല്ല, മറിച്ച് ബൽ ഹിയ അലാ സലാസത്തി അഖ്സാമിൻ, ഈ 11 ഫിഅലുകളും അതിൻ്റെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ നമുക്ക് 3 ഇനങ്ങളാക്കിയിട്ട് തിരിക്കാവുന്നതാണ്. അഹദുഹ, ഒന്നാമത്തെ ഇനം മാ ദല്ല അലൽ മുഖാറബത്തി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖാറബത്തിൻ്റെ മേൽ അടുത്തു എന്നുള്ള അർത്ഥം നൽകുന്ന ഫിഅലുകളാണ്. വഹിയ, അത് വെറും 3 ഫിഅലുകൾ മാത്രമേ ഉള്ളൂ. കാദ വക്കറബ വ ഔഷക, അടുത്തു എന്നാണ് ഈ 3 ഫിഅലുകളുടെയും അർത്ഥം. വസാനി, രണ്ടാമത്തെ ഇനം മാ ദല്ല അലൽ റജാഇ, പ്രതീക്ഷയുടെ മേൽ അർത്ഥം നൽകുന്നതാണ്. അപ്പോൾ ആയേക്കാം എന്നുള്ള ഒരു അർത്ഥം നൽകുന്ന ഫിഅലുകളാണ് പിന്നീടുള്ള 3 എണ്ണവും. വഹിയ അസ വഹറ വഖ്ലൗലഖ, ആയേക്കാം എന്നുള്ള അർത്ഥത്തിലാണ് ഈ 3 ഫിഅലുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. വസാലിസു, ഇനി മൂന്നാമത്തെ ഇനം മാ ദല്ല അലൽ ഇൻഷാഇ, തുടക്കത്തിൻ്റെ മേൽ അറിയിക്കുന്ന, തുടങ്ങി എന്നുള്ള അർത്ഥത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഫിഅലുകളാണ്. അത് ബാക്കിയുള്ള 5 ഫിഅലുകളാണ്. വഹിയ ജഅല വ തഫിഖ വ അഖദ വ അലിഖ വ അൻഷഅ, ഈ 5 ഫിഅലുകളും തുടങ്ങി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അഫ്ആലുൽ മുഖാറബത്തി എന്ന് പറയുന്ന 11 ഫിഅലുകളുടെയും അർത്ഥം എന്തല്ല, മുഖാറബത്തല്ല, മറിച്ച് റജാ, ഇൻഷാ എന്നൊക്കെ അതിനർത്ഥമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഫതസ്മിയതുഹ അഫ്ആലുൽ മുഖാറബത്തി, അപ്പോൾ ഈ 11 ഫിഅലുകൾക്കും അഫ്ആലുൽ മുഖാറബത്തി എന്ന് പേര് വിളിക്കുന്നത് മിൻ ബാബി തസ്മിയത്തിൽ കുല്ലി ബിസ്മിൽ ബഅളി, ചില കാര്യങ്ങളുടെ പേര് എല്ലാത്തിനും നൽകുന്ന ആ ഗണത്തിൽപ്പെട്ടതാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ പേരിടുമ്പോൾ അതിൻ്റെ മുഴുവനും ഉൾക്കൊള്ളിക്കുന്ന പേര് തന്നെ ആവണമെന്നില്ല, അതിൻ്റെ ബഅളിനെ ഉൾക്കൊള്ളിക്കുന്ന കാര്യമായാലും അത് കുഴപ്പമില്ല എന്നർത്ഥം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെയെല്ലാം നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത് അല്ലേ. സൂറത്തുൽ ബഖറ എന്നുള്ളത് ബഖറയുടെ വിഷയം, ആ പശുവിൻ്റെ വിഷയം അല്പം ചില ഭാഗത്ത് മാത്രമേ ആ സൂറത്തിൽ പറയുന്നുള്ളൂ. എന്നിട്ട് പോലും ആ സൂറത്തിന് മുഴുവനായിട്ടും സൂറത്തുൽ ബഖറ എന്നാണ് പേര് വിളിച്ചിട്ടുള്ളത്. എന്നുള്ളത് പോലെ തന്നെയാണ് ഇവിടെയും 11 ഫിഅലുകളിൽ വെറും 3 ഫിഅലുകൾ മാത്രമേ മുഖാറബത്തിന് വേണ്ടി വരുന്നുള്ളൂ എങ്കിലും അതിൻ്റെ പേര് മുഴുവനും ഇവിടെ നൽകിയതാണ് എന്നർത്ഥം. ഓക്കെ, ഇനിയാണ് അതിൻ്റെ ഹുക്കുമുകൾ നമുക്ക് പരിചയപ്പെടാനുള്ളത്. വകുല്ലുഹാ തദ്ഖുലു അലൽ മുബ്തദഇ വൽ ഖബരി, ഈ 11 ഫിഅലുകളും മുബ്തദഇൻ്റെയും ഖബറിൻ്റെയും മേൽ പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഫതർഫഉൽ മുബ്തദഅ ഇസ്മൻ ലഹ, കാന എന്നുള്ളതിനെ പോലെ തന്നെ ഈ ഫിഅലുകളും എന്ത് ചെയ്യും, അതിനുശേഷം വരുന്ന മുബ്തദഇന് ഈ അവയുടെ ഇസ്മാണെന്നുള്ള നിലയ്ക്ക് റഫ്അ നൽകുന്നു. വയകൂനു ഖബറുഹു ഖബറൻ ലഹ, ആ മുബ്തദഇൻ്റെ ഖബർ ഈ ഫിഅലുകളുടെ ഖബറായി മാറുകയും ചെയ്യുന്നു. ഫി മൗദിഇ നസ്ബിൻ, നസ്ബിൻ്റെ സ്ഥാനത്തായിട്ട്. ഇവിടെ നസ്ബിൻ്റെ സ്ഥാനത്ത് എന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ ഫിഅലുകളുടെ എല്ലാം ഖബർ വരുന്നത് മുളാരി ആയിട്ടുള്ള ഫിഅലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അവിടെ നസ്ബ് ചിലപ്പോൾ ലാഹിറാകണമെന്ന് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഫി മൗദിഇ നസ്ബിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, വഹാദാ ഹുവൽ മുറാദു ബിഖൗലിഹി, ഇതാണ് മുസന്നിഫ് തങ്ങളുടെ ഖൗല് കൊണ്ടുള്ള ഉദ്ദേശം. എന്താണ് ആ ഖൗല്? കാന കാദ വ അസ എന്നുള്ള ആ ഒരു ബൈത്ത് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ കാന എന്നുള്ളതും അസ എന്നുള്ളതും കാനയെപ്പോലെ അമൽ ചെയ്യും. ശേഷമുള്ളതിന് റഫ്ഉം പിന്നീടുള്ളതിന് നസ്ബും നൽകുമെന്നർത്ഥം. ഓക്കെ, ഇനിയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം ലാകിന്നൽ ഖബറ ഫി ഹാദൽ ബാബി, പക്ഷേ ഈ ബാബിലുള്ള ഖബറുകൾ അഫ്ആലുൽ മുഖാറബക്ക് ഒപ്പം വരുന്ന ഖബറുകൾ ലാ യകൂനു ഇല്ലാ മുളാരിഅൻ, അത് മുളാരിഅ മാത്രമേ ആവുകയുള്ളൂ. നഹ്വു കാദ സൈദുൻ യഖൂമു വ അസാ സൈദുൻ അൻ യഖൂമ, സൈദുൻ യഖൂമു എന്നുള്ള മുബ്തദഇൻ്റെയും ഖബറിൻ്റെയും മുമ്പ് കാദ എന്ന് വന്നപ്പോൾ കാദ സൈദുൻ എന്ന് സൈദിനപ്പോൾ റഫ്അ കിട്ടിയത് കാദ എന്നുള്ളതിൻ്റെ ഇസ്മ എന്നുള്ള നിലക്കാണ്. യഖൂമു എന്നുള്ളത് നസ്ബിൻ്റെ സ്ഥാനത്തുമാണ് എന്നുള്ളതുപോലെ വ അസാ സൈദുൻ അൻ യഖൂമ, സൈദ് നിന്നേക്കാം എന്നാണ് ഇവിടെ അർത്ഥം. അവിടെയും നമുക്ക് സൈദുൻ എന്നുള്ളത് മർഫു ആണ്, അൻ യഖൂമ എന്നുള്ളത് അസ എന്നുള്ളതിൻ്റെ ഖബർ എന്നുള്ള നിലക്ക് മൻസൂബമാണ്. അപ്പോൾ ഇവയുടെ ഖബറിൽ അൻ എന്നുള്ള ഹർഫ് ചേർത്തി കൊടുക്കുന്നതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം.
ഓക്കെ. ഇനി വനദറ മജീഉഹു ഇസ്മൻ ബഅദ അസ, എന്നാൽ അസ എന്നുള്ളതിന് ശേഷവും കാദ എന്നുള്ളതിന് ശേഷവും അവയുടെ ഖബറായിട്ട് ഇസ്മ വരൽ വളരെ വിരളമാണ്. അതാണ് ബൈത്തിൽ മുസന്നിഫ് തങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് ലാക്കിൻ നദർ ഗൈറു മുളാരിഅൻ എന്നല്ലേ. മുളാരി അല്ലാത്ത ഇസ്മ ഇവക്ക് ഖബറായിട്ട് വരൽ വളരെ കുറവാണ് എന്നർത്ഥം. ഖൗലിഹി, ഷായറിൻ്റെ ഖൗല് പോലെ. ഇവിടെ ഷായറിൻ്റെ പേര് റുഅബത്ത് ബിനുൽ അജാജ് എന്നാണ്. അദ്ദേഹം തന്നെ ആക്ഷേപിച്ച ഒരാളോട് പറയുകയാണ്, അക്സർത ഫിൽ അദ്ലി മുലിഹൻ ദായിമ ലാ തുക്സിറൻ ഇന്നി അസൈതു സായിമ. ഓക്കെ, അക്സർത ഫിൽ അദ്ലി, നീ എന്നെ അതിരറ്റ് ആക്ഷേപിച്ചിട്ടുണ്ട്, ആക്ഷേപത്തിൽ നീ അധികരിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം. മുലിഹൻ എന്ന് പറഞ്ഞാലും മുക്സിറൻ എന്നാണ് അർത്ഥം. വളരെയധികം നീ എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്. ദായിമൻ, എപ്പോഴും. ഓക്കെ, എപ്പോഴും നീ എന്നെ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലാ തുക്സിറൻ, ഇനിയും നീ എന്നെ ആക്ഷേപിക്കലിനെ അധികരിപ്പിക്കാൻ പാടില്ല, നീ അങ്ങ് നിർത്തിക്കാള. ഇന്നി അസൈതു സായിമൻ, ഞാൻ ഇതുവരെ ക്ഷമിക്കുന്നവനായേക്കാം. സോയിമൻ എന്ന് പറഞ്ഞാൽ മുംസിക്കൻ എന്നാണ് കേട്ടോ അർത്ഥം. അതായത് ഈ ദേഷ്യത്തെ പിടിച്ചു വെക്കുന്നവനായേക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് സമയത്തിനെ ഞാൻ പിടിച്ചു വെക്കുകയുള്ളൂ, പിന്നീട് ഇനിയും നീ അധികരിപ്പിക്കുകയാണെങ്കിൽ എന്താണ്, ഞാനിനി നിന്നെയും ആക്ഷേപിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നീ ഇനി അധികരിപ്പിക്കാൻ നിൽക്കണ്ട എന്നുള്ളൊരു അർത്ഥമാണ് ഇവിടെ ഉള്ളത്. ഏതായാലും ഇവിടെ ഇന്നി അസൈതു സോയിമൻ എന്നുള്ളിടത്ത് അസ എന്നുള്ള ഫിഅലിൻ്റെ ഇസ്മായിട്ട് അവിടെ താ വരുന്നുണ്ട്, താ ഉൽ മുത്തക്കല്ലിമ് വരുന്നുണ്ട്. പിന്നീട് സോയിമൻ എന്നുള്ളതാണ് അതിൻ്റെ ഖബർ. അത് ഫിഅൽ മുളാരി അല്ല, മറിച്ച് ഇസ്മാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അല്ലേ. എന്നുള്ളതുപോലെ ഖൗലിഹി, ഇപ്രകാരം കാദ എന്നുള്ളതിൻ്റെ ഖബറായിട്ട് ഇസ്മ വന്നതിനുള്ള ഉദാഹരണമാണ് ഖൗലിഹി, ഷായറിൻ്റെ ഖൗല് പോലെ. ഇവിടെ ഷായറിൻ്റെ പേര് തഅബ്ബത ഷർറൻ എന്നാണ്. തഅബ്ബത ഷർറൻ എന്നാൽ എന്താണ് അർത്ഥം? ഷർറിനെ, തിന്മയെ ഇബ്തിൽ വെച്ചു. ഇബ്ത് എന്ന് പറഞ്ഞാൽ ത്വക്കിൽ വെച്ചു എന്നാണ് തഅബ്ബത ഷർറൻ എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. വളരെയധികം ബാക്കിയുള്ളവരെ ദ്രോഹിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ജനങ്ങൾ ഇദ്ദേഹത്തിന് തഅബ്ബത ഷർറൻ എന്ന് പേരിട്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അദ്ദേഹം പാടുകയാണ്, ഫഉബ്തു ഇലാ ഫഹ്മിൻ വമാ കിത്തു ആയിബ വകം മിസ്ലിഹാ ഫാറഖ്തുഹാ വഹിയ തസ്ഫിറു. ഓക്കെ, ഒരിക്കൽ തഅബ്ബത ഷർറൻ എന്നുള്ള ഈ ഷായർ ഒരു അങ്ങാടിയിലേക്ക് പോയിട്ട്, മലമുകളിലുള്ള അങ്ങാടിയിലേക്ക് പോയിട്ട് എന്ത് വാങ്ങി? കുറച്ച് തേൻ വാങ്ങി. ഓക്കെ, അപ്പോൾ തേൻ വാങ്ങുന്ന അവസരത്തിൽ ഇദ്ദേഹത്തിന് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ ശത്രുക്കൾ ഇദ്ദേഹത്തെ തക്കം പാത്തിരിക്കുകയായിരുന്നു, ഇദ്ദേഹത്തെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, വധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശത്രുക്കൾ ഇങ്ങനെ തന്നെ നോക്കുന്നത്, തനിക്ക് തക്കം പാർത്ത് നിൽക്കുന്നത് തഅബ്ബത ഷർറൻ എന്നുള്ള കവി മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അവർ കാണാതെ ആ മലയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ട്, നല്ല പാറക്കെട്ടുകളുള്ള ഒരു ഭാഗത്തേക്ക് പോയിട്ട് എന്ത് ചെയ്തു? തൻ്റെ കയ്യിലുള്ള തേൻ, താൻ വാങ്ങിയിട്ടുള്ള തേനുണ്ടല്ലോ, ആ തേൻ ആ പാറകളിലൂടെ ഒഴുക്കിയിട്ട്, അപ്പോൾ അവിടെ ഒരു വഴുതുന്ന ഒരു സ്ഥലം വരുമല്ലോ, അങ്ങനെ ആ തേനിലൂടെ ഒഴുകിയിട്ട് എങ്ങോട്ടെത്തി? ആ തേനിലേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് മല ഇറങ്ങാൻ കഴിഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ എങ്ങോട്ടെത്തിയത്? വീട്ടിലേക്ക് എത്തിയത്, ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നർത്ഥം. ഇങ്ങനെ രക്ഷപ്പെട്ടതിന് ശേഷം അദ്ദേഹം പാടിയതാണ് ഫഉബ്തു, അപ്പോൾ ഞാൻ മടങ്ങി, ഇലാ ഫഹ്മിൻ. ഫഹ്മ് എന്ന് പറയുന്നത് തഅബ്ബത ഷർറൻ എന്നുള്ള ആളുടെ ഗോത്രത്തിൻ്റെ പേരാണ്. അപ്പോൾ ഫഹ്മ് ഗോത്രത്തിലേക്ക്, എൻ്റെ ഗോത്രത്തിലേക്ക് ഞാൻ മടങ്ങി. വമാ കിത്തു ആയിബൻ, ഞാൻ മടങ്ങാൻ അടുത്തിരുന്നില്ല. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ ശത്രുക്കൾ എന്ത് ചെയ്യുമായിരുന്നു? എന്നെ വധിക്കുമായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടതാണ്. വമാ കിത്തു ആയിബൻ എന്ന് പറഞ്ഞാൽ ഞാൻ മടങ്ങാൻ അടുത്തിരുന്നില്ല. ഓക്കെ, അത്രത്തോളം ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഇനി അദ്ദേഹം പറയുകയാണ്, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ഇത്തരത്തിലുള്ള ധാരാളം മുസീബത്തുകളെ പിന്നിട്ടിട്ടുണ്ട്. വകം മിസ്ലിഹ, ഇതുപോലത്തെ എത്രയെത്ര മുസീബത്തുകളാണ്. ഫാറഖ്തുഹ, ഞാൻ വേർപിരിഞ്ഞിട്ടുള്ളത്, ഞാൻ വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ധാരാളം മുസീബത്തുകൾ എത്തിയിട്ടുണ്ട്, പക്ഷെ ഞാൻ അതിനെയെല്ലാം വകഞ്ഞു മാറ്റിയിട്ടുണ്ട്. വഹിയ തസ്ഫിറു, ആ മുസീബത്തുകളെല്ലാം പിന്നീട് ദുഃഖിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്നെ കിട്ടാത്തതിനാൽ മുസീബത്ത് വരെ ദുഃഖിക്കുന്ന ഒരു അവസരം ധാരാളം തവണ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ ഷായർ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം വമാ കിത്തു ആയിബൻ എന്നുള്ളതാണ്. കാദ എന്നുള്ളതിലേക്ക് താ ഉൽ മുത്തകല്ലിമ ചേർന്നതാണ് കിത്തു എന്നുള്ളത്. ആ താ ആണ് അവിടെ കാദ എന്നുള്ളതിൻ്റെ ഇസ്മായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ഖബറായിട്ടാണ് ആയിബൻ എന്നുള്ള ഇസ്മ വന്നിട്ടുള്ളത് അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചു കാദ എന്നുള്ളതിൻ്റെ
ഖബറായിട്ട് മുളാരിയായി വരാൻ പാടുള്ളൂ. പക്ഷേ നാദിറായിട്ട് ഇസ്മ വന്നതിനുള്ള ഉദാഹരണമാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നർത്ഥം. വഹാദാ ഹുവ മുറാദുൽ മുസന്നിഫി ബി ഖൗലിഹി, ഇതാണ് മുസന്നിഫ് തങ്ങൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ത്? ലാക്കിൻ നദർ ഇലാ ആഖിരിഹി, ലാക്കിൻ നദർ ഗൈറു മുളാരിഇൻ ലിഹാദൈനി ഖബർ എന്നുള്ളത് കൊണ്ട് മുസന്നിഫ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് എന്നർത്ഥം. ലാക്കിൻ പക്ഷേ ഫി ഖൗലിഹി ഗൈറു മുളാരിഇൻ, മുസന്നിഫ് തങ്ങൾ മുളാരി അല്ലാത്തത് എന്നാണല്ലോ പറഞ്ഞത്. അതിലെന്തുണ്ട്? ഈഹാമുൻ, ഒരു തരത്തിലുള്ള ഒരു ഈഹാമുണ്ട്, ഒരു മോശം തോന്നിക്കലുണ്ട്. അതെന്താണ്? ഫഇന്നഹു യദ്ഖുലു തഹ്തഹു, കാരണം ഗൈറു മുളാരിഇൻ എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ കീഴിലായിട്ട് പ്രവേശിക്കും അൽ ഇസ്മു വൽ ളർഫു വൽ ജാറു വൽ മജ്റൂറു വൽ ജുംലത്തുൽ ഇസ്മിയ്യത്തു വൽ ജുംലത്തുൽ ഫിഅലിയ്യത്തു ബിഗൈരിൽ മുളാരി. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം മുളാരി അല്ലാത്തത് എന്ന് പറഞ്ഞാൽ അവിടെ വരേണ്ടതാണല്ലേ. അപ്പോൾ ഇസ്മും ളർഫും ജാറു മജ്റൂറും ജുംലത്തുൽ ഇസ്മിയയും ജുംലത്തുൽ ഫിഅലിയ്യത്തു ബിഗൈരി മുളാരിയും ഇവയെല്ലാം ഈ രണ്ട് ഫിഅലുകളുടെയും ഖബറായിട്ട് വരൽ നാദിറായിട്ട് വരാറുണ്ട് എന്നാണ് മുസന്നിഫ് തങ്ങൾ പറഞ്ഞതിൻ്റെ നേരെ ലോഹിർ അർത്ഥം ലഭിക്കുന്നതല്ലേ. പക്ഷേ വലം യന്ദുർ മജീഉ ഹാദിഹി കുല്ലിഹ, എന്നാൽ ഇവയെല്ലാം വരൽ എന്തായിട്ട് ഖബറായിട്ട് വരൽ നാദിറല്ല, ഖബറൻ അൻ അസ വ കാദ, കാദയുടെയും അസയുടെയും ഖബറായിട്ട്. അപ്പോൾ കാദയുടെയും അസയുടെയും ഖബറായിട്ട് ഇസ്മ മാത്രമേ നാദിറായി ഖബറായി വന്നിട്ടുള്ളൂ എന്നല്ലാതെ ബാക്കിയുള്ളതൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഗൈറു മുളാരിഇൻ എന്ന് പറഞ്ഞത് അത്രത്തോളം ശരിയായില്ല എന്നാണ് മുസന്നിഫ് തങ്ങളെക്കുറിച്ച് ശാരിഹ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബൽ മറിച്ച് അല്ലദീ നദറ മജീഉൽ ഖബരി, ഖബർ വരൽ നാദിറായിട്ടുള്ളത് ഇസ്മനത് ഇസ്മായിട്ട് മാത്രമാണ്. അപ്പോൾ ഇസ്മായിട്ട് മാത്രമേ ഇവയോടൊപ്പം ഖബർ വന്നിട്ടുള്ളൂ നാദിറായിട്ട് എന്നർത്ഥം. വ അമ്മ ഹാദിഹി, അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയോ ഫലം യുസ്മഅ മജീഉഹാ ഖബറൻ അൻ ഹാദൈനി, അവയൊന്നും ഈ രണ്ട് ഫിഅലുകളെ തൊട്ട് ഖബറായിട്ട് കേൾക്കപ്പെട്ടിട്ടേ ഇല്ല, അവയൊന്നും ഇതുവരെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. ഇസ്മ മാത്രമേ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളൂ, അല്ല എങ്കിൽ പിന്നീട് മുളാരി ആയിട്ടുള്ള ഫിഅലായിട്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നർത്ഥം. ഓക്കെ.